Morning. Good morning to all. Morning. Good morning. Good morning. PDF കാണുന്നില്ലേ? ചെയ്തേക്കാം. ഇപ്പൊ കാണാമോ? PDF കാണാമോ? Yes. Okay. അപ്പൊ good morning to all. നമുക്ക് നോക്കാം. Duties of ward clerk or secretary. Chapter 10.
Chapter 10. Duties of Ward Clerk Secretary. എന്തൊക്കെയാണെന്ന് നോക്കാം. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒരു വാർഡ് ക്ലർക്ക് സെക്രട്ടറി നിറവേറ്റുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചേ. Complying and recording medical charts, reports and correspondence. Complaining and recording medical charts, reports and correspondence. എന്താണ്? വിവിധ തരത്തിലുള്ള കംപ്ലൈൻസുകളും മെഡിക്കൽ ചാർട്ട്സും റിപ്പോർട്ട്സുകളും കത്തിടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്തം ആർക്കാണ്? ഒരു വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ഇതൊക്കെയാണ് complaining and recording medical charts, reports and correspondence. കത്തിടപാടുകൾ സമാഹരിക്കുകയും അതുപോലെ തന്നെ അവ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ചെയ്യുന്നത് വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ പതുക്കെ പതുക്കെ പോയ ചാപ്റ്റേഴ്സ് തീരില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? Second point, customers needs assessment, meeting quality standards for services and evaluation of customer satisfaction. Customers need assessment, meeting quality standard for services and evaluation of customer satisfaction. അതായത് വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വർക്കേഴ്സിന്റെ നീഡ്സുകൾ, ആവശ്യങ്ങൾ അസസ് ചെയ്യുകയും അസസ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ വിശകലനം ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ളത്, ആ സ്റ്റാൻഡേർഡ് സർവീസുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന വാർഡുമായി വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അത് അസസ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്തും എന്താണ് അവരതിൽ തൃപ്തരാണോ എന്നും നോക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രധാനമായും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Third point, provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ്? Provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ്? അതായത് ആരോഗ്യ പരിപാലന ജീവനക്കാർക്ക്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എന്താണ് പിന്തുണ നൽകുകയും അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റുകള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ആരോഗ്യ പരിപാലന ജീവനക്കാർക്ക് പിന്തുണ നൽകുകയും അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പിന്തുണ നൽകുകയും അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ഓക്കെ ആണോ പോയിന്റ്? ഓക്കെ ആണോ? യെസ്. Then administer efficient communication network and manage flow of traffic. കാര്യക്ഷമമായിട്ടുള്ള ആശയവിനിമയ ശൃംഖല നിയന്ത്രിക്കുന്നതോ അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അതായത് വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹമാണ് അതിന്റെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ, then next point നമ്മൾ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കും, ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ്. Then provide assistance to all nurses and ensure appropriate cleanness of all units. Provide assistance to all nurses and ensure appropriate cleanness of all units. എന്താണ്?
എല്ലാ നഴ്സുമാർക്കും എല്ലാവിധ സഹായങ്ങളും നൽകുകയും മാത്രമല്ല എല്ലാ യൂണിറ്റുകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതും ആരുടെ ചുമതലയാണ്? വാർഡ് ക്ലബ് സെക്രട്ടറിയുടെ ചുമതലയാണ്. എല്ലാ നഴ്സുമാർക്കുമുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും എല്ലാ നഴ്സുമാർക്കും സഹായങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ എന്താണ്, എല്ലാ യൂണിറ്റുകളുടെയും ഉചിതമായ ശുചിത്വം ക്ലീൻനെസ് ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലബ് സെക്രട്ടറിയാണ്. ഓക്കെ, then maintain and update patient database on computers and notify nursing staff on all diagnoses. Maintain and update patient database on computers and notify nursing staff on all diagnoses. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന രോഗികളുടെ എല്ലാ ഡാറ്റാബേസുകളും കൃത്യമായി പരിപാലിക്കുകയും അതുപോലെ തന്നെ എന്താണ്, അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ രോഗനിർണയങ്ങളും നഴ്സ് സ്റ്റാഫുകളെ അറിയിക്കുകയും ചെയ്യുന്നത് ആരാണ്? വാർഡ് ക്ലബ് സെക്രട്ടറിയാണ്. എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടറുകളിലെ എല്ലാ രോഗികളുടെയും ഡാറ്റാബേസസ്, അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസുകളെല്ലാം ട്രീറ്റ്മെന്റ് വൈസ് എല്ലാം കൃത്യമായി നോക്കുകയും അതുപോലെ തന്നെ എന്താണ്, അവ അപ്ഡേറ്റ് ചെയ്ത് ഓരോ രോഗിയുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്, ഡയഗ്നോസിസ് നടക്കുന്ന സമയത്ത് നഴ്സുമാർക്ക് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നതും ആരാണ്? ഒരു വാർഡ് ക്ലബ് സെക്രട്ടറിയാണ്. ഓക്കെ ആണോ? Then coordinate with various departments and ensure proper service and supplies of unit. എന്താണ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ്, വിവിധ വകുപ്പുകളുമായിട്ട്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്, ശരിയായ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് വാർഡ് ക്ലബ് സെക്രട്ടറിയാണ്. അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ, coordinate with various departments and ensure proper സർവീസുകൾ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വാർഡ് ക്ലബ് സെക്രട്ടറിയാണ്. ഓക്കെ, മേരി സ്റ്റെല്ല മാത്രമുള്ളോ? വേറെ ആർക്കും ഓക്കെ അല്ല? ചാപ്റ്റർ പറയോ? ചാപ്റ്റർ തീരാറായല്ലോ. ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ്. ഓക്കെ, ക്ലാസ്സിൽ കയറിയില്ല. ഓക്കെ, കാണാത്ത ക്ലാസ്സുകൾ കാണണേ. Then coordinate all various departments. Next, prepare and update patient charts with ancillary reports and forms from various departments. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നല്ലോ. റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണം കേട്ടോ. റേഞ്ച് ഉള്ളിടത്ത് നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടോ. Prepare and update patient charts with ancillary reports and forms from various departments. എന്താണ് പേഷ്യന്റ് ചാർട്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. പേഷ്യന്റിന് എന്തെല്ലാം ചാർട്സുകൾ, അതായത് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിപ്പോർട്ട്സുകളും. ആൻസിലറി റിപ്പോർട്ട്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നത്, MRI, CT സ്കാൻ, അതുപോലെ തന്നെ അതായത് ഇമാജിനറി ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളെയും റിസൾട്ട്സിലെയാണ് ആൻസിലറി റിപ്പോർട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്റേസ്, MRI, അതുപോലെ തന്നെ CT സ്കാൻ, അൾട്രാസൗണ്ട്, ഇത്തരം റിപ്പോർട്ട്സുകളാണ് ആൻസിലറി റിപ്പോർട്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് ചാർട്ട്സിൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? വാർഡ് ക്ലബ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം.
prepare and update patient charts with ancillary reports and forms from various departments. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അനുബന്ധ റിപ്പോർട്ടുകളും ഫോമുകളും ഉപയോഗിച്ച് രോഗികളുടെ ചാർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, then maintain discharge summary reports for all patients, keep records of all patients. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ PDF ഒന്ന് നോക്കിയേ. ഇല്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ആ പോയിന്റില് നിങ്ങളുടെ? No, okay. Then, so yeah, maintain discharge summary reports for all patients and keep records of all patients. And send medical records to MRD after the discharge of patient. എന്താണ് പറയുന്നത്? ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സുകള് അല്ലെ, അത് കീപ്പ് ചെയ്യുന്നതാണ്, റെക്കോർഡ് ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലബ് സെക്രട്ടറി ആണ്. മാത്രമല്ല ഈ ഡിസ്ചാർജ് സമ്മറിയൊക്കെ എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത്? സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD. MRD എന്ന് പറഞ്ഞാൽ എന്താണ്? MRD? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അതായത് പേഷ്യൻസിന്റെ സമ്മറി, ഡിസ്ചാർജ് സമ്മറിയൊക്കെ റിപ്പോർട്ട് ആക്കുകയും അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം MRDയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, MRDയിലേക്ക് അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറികൾ സെൻഡ് ചെയ്യുന്നത് വാർഡ് ക്ലബ് സെക്രട്ടറി ആണ്. ഓക്കെ ആണോ? എന്താണ് രാവിലെ ആയിട്ട് ആർക്കും ഒരു ഉഷാറൊന്നും ഇല്ലാത്ത? നിങ്ങള് കുട്ടികളൊക്കെ സ്കൂളൊക്കെ തുറന്നില്ലേ? ഇന്നല്ലേ ഓപ്പൺ ചെയ്തേക്കുന്നത്? അതിന്റെയൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞോ? ബഹളമൊക്കെ കഴിഞ്ഞു? കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടോ എല്ലാവരും? യെസ്. പോയി. ഓക്കെ, ശ്രദ്ധിക്കണേ. Then next point നോക്കി, administer medical records for all physicians and medical staff and maintain records of attendance. എന്താണ്? Administer medical records for all physicians and medical staff and maintain record of attendance. എന്താ അവിടെ പറയുന്നത് എന്ന് പറഞ്ഞേ. ആര് പറയൂ? പോയിന്റിൽ എന്താ പറയുന്നത്? പോയി എല്ലാവരും. Administer medical records for all physicians and medical staff and maintain record of attendance. അതായത് എല്ലാ ഫിസിഷ്യൻസിന്റെയും അറ്റൻഡൻസുകള് മെയിൻറ്റെയിൻ ചെയ്ത അറ്റൻഡൻസുകള് രേഖ, അതായത് എന്താണ് അവരുടെ രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അറ്റൻഡൻസ്? ഹാജർ നില. ഹാജർ നില രേഖപ്പെടുത്തുന്നു അല്ലെ. എല്ലാ ഫിസിഷ്യൻസിന്റെയും ഹാജർ നില രേഖപ്പെടുത്തുന്നു. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അദ്ദേഹമാണ്. ഓക്കെ, then monitor all emergency call and evacuate facilities when required. എന്താണ്?
monitor emergency calls and evacuate facilities when required. എന്താണ് ഏത് തരത്തിലുള്ള എല്ലാ എമർജൻസി കോളുകളും അറ്റൻഡ് ചെയ്യുന്നതിനും അതിനാവശ്യമുള്ള ഫെസിലിറ്റീസ് റിക്വയർ ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. മോണിറ്റർ ഓൾ എമർജൻസി കോൾ ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. ആവശ്യമെങ്കിൽ എമർജൻസി കോളുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും അദ്ദേഹമാണ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. Then placing doctors visit. പറഞ്ഞുതരാം കേട്ടോ. Placing doctors visit, ECG, echo, extra in medical record. എന്താണ് പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്? അതായത് ഡോക്ടേഴ്സിന് എന്താണ് ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്ന ടൈമുകൾ, ECG, എക്കോ, അതൊക്കെ എന്താണ് മെഡിക്കൽ റെക്കോർഡിലേക്ക് അവർ വരുന്ന ടൈമൊക്കെ രേഖപ്പെടുത്തി കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ഓക്കെ. അതായത് സന്ദർശന സമയങ്ങൾ, ഓരോ ഡോക്ടേഴ്സിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സിന്റെയും സന്ദർശന സമയങ്ങളൊക്കെ ആരാണ്? അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റാഫ് വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ. ഒന്നുകൂടി നോക്കിയേ, ഏതൊക്കെയാണ് ഒരു വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ, കംപ്ലൈനിങ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ് പറയുന്നത്? അതായത് എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സുകൾ, കത്തിടപാടുകൾ അല്ലെ, എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത് ആരാണ്? ഒരു വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്? മെഡിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെഡിക്കൽ ചാർട്ട്സുകളും റിപ്പോർട്ട്സുകളും യെസ്, എല്ലാ മെഡിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതും അദ്ദേഹമാണ്. ഫസ്റ്റ് പോയിന്റ് തന്നെ. Then customers need assessment, meeting quality standard for services and evaluation of customer satisfaction. അവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സിന്റെയും അവരെ അസസ് ചെയ്തതും അവർക്ക് വേണ്ട സർവീസുകൾ വിശകലനം ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ആ സർവീസിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ഓക്കെ. Then provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ് പറയുന്നത്? Provide support to healthcare staff. ആരോഗ്യ പരിപാലന ജീവനക്കാർക്ക് പിന്തുണ നൽകുകയും, അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും അദ്ദേഹമാണ്. ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്താണ്? അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ് കാര്യക്ഷമമായിട്ടുള്ള ആശയവിനിമയ ശൃംഖല, അതായത് അവാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, എല്ലാ ആശയവിനിമയ ശൃംഖലകൾ നിയന്ത്രിക്കുന്നതും ആരാണ്? വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ആശയവിനിമയ ശൃംഖല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ മാനേജ് ചെയ്യുന്നത് വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. Okay. Then provide assistance to all nurses and ensure appropriate cleanliness of all units. എന്താണ് നഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുകയും അതുപോലെ തന്നെ എന്താണ് എല്ലാ യൂണിറ്റുകളുടെയും ശുചിത്വം, ക്ലീൻനെസ് ഉറപ്പുവരുത്തുന്നതും വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. Maintains and update patient database on computers and notify nursing staff on all diagnosis. എല്ലാ രോഗികളുടെയും ഡാറ്റാബേസുകള് നോട്ടിഫൈ ചെയ്തത് അപ്ഡേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അവരുടെ ഡയഗ്നോസ് വിവരങ്ങൾ നഴ്സുമാരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നത് വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ഓക്കെ. And prepare and update patient charts with ancillary reports and forms from various departments. എന്താണ് പേഷ്യന്റ് ചാർട്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് റിസൾട്ട്സ്, ആൻസറി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞത് എന്താണ് അതായത് ഇമാജിനറി ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട്, എക്സ്റേ, MRI തുടങ്ങിയ എല്ലാ റിപ്പോർട്ട്സുകളും അപ്ഡേറ്റ് ചെയ്ത് പേഷ്യന്റ് ചാർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അദ്ദേഹമാണ്.
ഓക്കെ ആണോ? അവിടം വരെ ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും വരെ പോയിന്റ്സ് ക്ലിയർ ആണോ? ഇത്രയും വരെയുള്ള പോയിന്റ്സ് പിന്നെന്താണ്? ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ എന്താണ് ആ പേഷ്യന്റ് റെക്കോർഡ്സ് ഡിസ്ചാർജ് സമ്മറീസ് MRDയിലേക്ക് സെൻഡ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ഡിസ്ചാർജ് സമ്മറി പേഷ്യൻസിന്റെ. ഓക്കെ, അടുത്ത എന്താണ്? Medical records were all physicians and medical staff and maintain records of attendance. Physicians-ന്റെ attendance അല്ലെ, ഹാജരേഖകൾ സൂക്ഷിക്കുന്നതും ഇദ്ദേഹമാണ്. റെക്കോർഡ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടുന്നതാണ്. Monitor all emergency calls and evacuate facilities when required. എല്ലാ തരത്തിലുള്ള എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യുകയും ആവശ്യാനുസരണം അതിനുള്ള ഫെസിലിറ്റീസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. Then placing doctors visit, ECG, echo, etc. in medical records. ഡോക്ടേഴ്സിന്റെ വിസിറ്റിംഗ് ടൈമുകൾ ECG, echo തുടങ്ങിയ മറ്റ് മെഡിക്കൽ രേഖകളോ സൂക്ഷിക്കുന്നതും ആരാണ്? കൃത്യമായി സൂക്ഷിക്കുന്നതും വാർഡ് ക്ലർക്ക് സെക്രട്ടറിയാണ്. ഏതൊക്കെയാണ് വാർഡ് ക്ലർക്ക് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ? ക്ലിയർ ആണോ? എടുക്കുന്ന പോയിന്റ്സുകൾ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ വട്ടം വായിക്കുക കേട്ടോ, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് ഭാഗം നോക്കിയാലോ? ഇനി നമ്മൾ നോക്കാൻ എല്ലാ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസുകളാണ് വരുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറിപ്പോകരുത് കേട്ടോ. ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്, അപ്പൊ അത് മാറിപ്പോകാതെ നോക്കണേ. ഗുഡ് മോർണിംഗ് ടോ, എന്താണ് വൈകിയത്? യെസ്, നമ്മളൊരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് സെക്രട്ടറി ഡ്യൂട്ടീസ് കഴിഞ്ഞു, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എടുക്കുവാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് ആരായിരിക്കാം ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്? എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? അങ്ങനെ ഒരാളുടെ പൊസിഷൻ ഹോസ്പിറ്റൽ ആവശ്യമാണോ? ചാപ്റ്റർ നമ്പർ 10. A patient care executive is a professional who is specialized in helping people who are recovering from diseases or disability. He or she monitors the performance of patient care services compared to government agencies' standards and make adjustment if necessary. ആരാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല്? ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ആണ് അല്ലെ. ഹെൽപ്പ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്? പേഷ്യൻസ് അല്ലെ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് is a professional who is specialized in helping people who are recovering from diseases or disability. ഏതെങ്കിലും രോഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസബിലിറ്റീസിൽ നിന്ന് ഏതെങ്കിലും വൈകല്യങ്ങളിൽ നിന്നുള്ള പീപ്പിളിനെ അല്ലെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്.
he or she അല്ലെ പെണ്ണുമായിരിക്കട്ടെ അവിടെ എന്ത് ചെയ്യുന്നു monitors the performance of a patient care services അല്ലെ patient care services മോണിറ്റർ ചെയ്യുന്നു and compare it to government agency standards എന്താണ് ഗവൺമെന്റ് റൂൾസുകൾ കൂടി അവിടെ എന്താണ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് and make adjustment if necessary ഇത് പറഞ്ഞാൽ എന്താണ് patient care executive ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഡിസീസസോ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ എല്ലാ റിക്കവറി ഏതെങ്കിലും ഡിസീസസോ ഡിസബിലിറ്റി ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് കെയർ സെക്രട്ടറി ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്നത് ഓക്കെ ഇനി അവിടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കണ്ടത് എന്താ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഡിസബിലിറ്റി എന്ന് വെച്ചാൽ വൈകല്യങ്ങൾ കേട്ടോ ജോബ് ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ ജോലികളാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജോബ് തൊഴിൽ വിവരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം 6 കാറ്റഗറീസ് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓക്കെ നോക്കിയാലോ ഓരോന്ന് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് ക്ലാസ് കാണാണോ കൂളായിട്ടിരുന്നാണോ ഒന്ന് ചിരിച്ചേ എല്ലാവരും ചിരിച്ചേ റഫ് നോട്ട് ചെയ്ത് നോക്കിയേ ചിരിക്ക പൊട്ടിച്ചിരി ഒന്നുകൂടെ വേണ്ടോ ചിരിക്ക എനിക്കറിയാം നിനക്ക് പാടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്ത് പോണേന്ന് എങ്കിലും കേട്ടോ കൂളായിട്ടിരിക്കാം ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ സുഖമില്ല അതുകൊണ്ട് ചിരിക്കാൻ വയ്യ ഓക്കേടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർ എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ സ്റ്റാഫ് എന്താണ് ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും ഡിസിപ്ലിൻസ് അല്ലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫുഡ് കഴിച്ചിടും ഫുഡ് കഴിക്കാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്താണ് എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻസ് അതായത് വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളുടെയും ഡിസിപ്ലിൻസ് അല്ലെ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താണ് ഡിസിപ്ലിൻ അച്ചടക്കം പാലിക്കുക അല്ലെ എല്ലാ മെമ്പേഴ്സിന്റെ എല്ലാ സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് എന്തൊക്കെയാണ് ചെക്ക് നോയ്സ് ലെവൽ എന്തൊക്കെ ഡിസിപ്ലിൻ ആണ് അപ്പൊ ചെക്ക് ചെയ്യുന്നത് അവരെ ചെക്ക് നോയ്സ് ലെവൽ എന്താണ് ഹോസ്പിറ്റൽ വാർഡിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത് നിശബ്ദത പാലിക്കാൻ അല്ലെ യാതൊരുവിധ നോയ്സ് അതായത് ശബ്ദങ്ങളൊന്നും അല്ലെ അനാവശ്യമായിട്ട് യാതൊരുവിധ ശബ്ദങ്ങൾ നോയ്സസ് ഒന്നും ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല യെസ് കീപ് ക്വൈറ്റ് അല്ലെ അപ്പൊ ചെക്ക് നോയ്സ് ലെവൽ യാതൊരുവിധ നിശബ്ദത പാലിക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് ഡിസിപ്ലിൻ മേക്ക് ചെയ്യാന്ന് പറയുന്നത് അല്ലെ അപ്പൊ അദ്ദേഹം ആദ്യം ചെയ്യുന്ന എന്താണ് ചെക്ക് നോയ്സ് ലെവൽ യാതൊരുവിധ അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യുന്നു
വാർഡിലൊരു സൈലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. Then ensure availability of doctors. എന്താണ് പിന്നെ ചെയ്യുന്നത് അദ്ദേഹം? എല്ലാ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, എല്ലാ ഡോക്ടേഴ്സും ആ സമയത്ത് അവൈലബിൾ ആണോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. Ensures abrupt response to nursing calls. Ensures abrupt response to nursing calls. എന്താണ്? അതായത് ഇപ്പൊ നഴ്സുമാര് പെട്ടെന്ന് തന്നെ എന്താണ് അബ്രട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അത്യാവശ്യമായിട്ട് ഒരു കോള് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുന്നത് ആരായിരിക്കും? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസിയിൽ വന്നാൽ തന്നെ അവരുടെ കോൾസിന് റെസ്പോണ്ട് ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. Then monitors staff behavior and attitude. Monitor staff behavior and attitude. എന്താണ്? അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയേഴ്സും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ അദ്ദേഹം നിരീക്ഷിക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ എന്താണ്? എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ തരത്തിലും ഡിസിപ്ലിൻ പാലിക്കുക, അച്ചടക്കം പാലിക്കണം വാർഡില്. ഏതൊക്കെ തരത്തില്? ചെക്ക് നോയ്സ് ലെവൽസ്, നിശബ്ദത പാലിക്കുക. അതുപോലെ തന്നെ എന്താണ്? നോയ്സ്, അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ, നിശബ്ദതയും സൗണ്ട് പൊല്യൂഷൻസ് ഒക്കെ അദ്ദേഹം ചെക്ക് ചെയ്യുന്നു. എൻഷുർസ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. വാർഡില് എല്ലാ ഡോക്ടേഴ്സുകളും അവൈലബിൾ ആണോ, സ്ഥിരം എന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യുന്നു. Ensure upfront response to nursing's call. നഴ്സുമാരുടെ കോഴ്സ് കേൾക്കുക അല്ലെ, അവരുടെ പ്രത്യേക അത്യാവശ്യങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. എല്ലാ സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയർ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ. ഏതൊക്കെ ഡിസിപ്ലിൻസിലാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഓക്കെ. അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി, ഫസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനിലെ വരുന്നത്. ഓക്കെ. Then എന്താണ് നിഷ ചോദിക്കുന്നത്? പ്ലേസ് എവിടെ? സ്ഥലം എവിടെയാണെന്നാണോ? ആരുടെയാണ്? ഞാൻ എറണാകുളം നോർത്ത് പറഞ്ഞു. Okay. Next, performs duties related to hospital information system. Perform duties related to hospital information system. In patient care executive മറ്റ് ഡ്യൂട്ടീസിൽ വരുന്നതാണ് എന്താ? അദ്ദേഹമാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതും അദ്ദേഹമാണ്. ഏതെല്ലാം തരത്തില് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫോർമേഷൻസ് അല്ലെ? ആ ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് അല്ലെ? ഓക്കെ. മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിരുന്ന ആദ്യത്തെ ന്യൂ അഡ്മിഷൻസ് ഒക്കെ എന്താണ് സിസ്റ്റത്തിലേക്ക് റിസീവ് ചെയ്യുന്നു. പുതിയ രോഗിയുടെ അഡ്മിഷൻ വിവരങ്ങൾ സിസ്റ്റത്തിലേക്ക് റിസീവ് ചെയ്യുന്നു. ഓക്കെ. They ensure that discharge are completed on time in the system. Ensures that discharges are completed on time in the system. എന്താണ്? ഡിസ്ചാർജ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സിസ്റ്റത്തിലേക്ക് ഓൺ ദ ടൈമിൽ തന്നെ എന്താണ് എൻഷുർ ചെയ്യുന്നു. ഓക്കെ.
Then resolves issue related to bed management. Resolves issues related to bed management. എന്താണ് ബെഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അതായത് ഏതെങ്കിലും രോഗികൾക്ക് വാർഡില് എന്താണ് ബെഡ് സൗകര്യങ്ങളിൽ ബെഡ് ഇല്ലാതെ വരുന്നു. ക്ലിയർ ആകുന്നില്ല? ശബ്ദമാണോടോ ക്ലിയർ ആവാത്തത്? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ഏതെങ്കിലും വാർഡ്സിലെ ബെഡ്സുകൾ കുറവോ അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് അത് റിസോൾവ് ചെയ്യുന്നത്? ആ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. ഏതെങ്കിലും പേഷ്യൻസിന് ഇപ്പൊ ബെഡ് സൗകര്യം ഇല്ലാതെ വരുമ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അഡ്മിറ്റ് ആവുന്ന സമയത്ത് ബെഡ് ഇല്ല എന്ന് പറയാറില്ലേ? വെയിറ്റ് ചെയ്യാ, നിങ്ങൾ ബെഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലേ? യെസ്, അതൊക്കെ മാനേജ് ചെയ്ത് കൃത്യമായ രീതിയിൽ പേഷ്യന്റിനെ അവിടെ അക്കോമഡേറ്റ് അഡ്മിറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഏതൊക്കെ രീതിയിൽ? മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ പ്രോസസ്, ന്യൂ അഡ്മിഷൻസ് ഒക്കെ സിസ്റ്റത്തിലേക്ക് റിസീവ് ചെയ്യുന്നു. പിന്നെന്താണ് ഡിസ്ചാർജ് സമ്മറീസ് ഒക്കെ എന്താണ് അതൊക്കെ ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് ഓൺ ദ ടൈമിൽ അദ്ദേഹം കയറ്റുന്നു, എൻഷുർ ചെയ്യുന്നു. ദെൻ റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ബെഡ് സൗകര്യങ്ങൾ ഇല്ലാത്ത, അതായത് ബെഡ് കിട്ടാത്തൊരു അവസ്ഥയിലൊക്കെ അത് കൃത്യമായ രീതിയിൽ ആ ബെഡ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. ഡിസിപ്ലിൻ പറഞ്ഞു. ദെൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. Then ensure patient care. ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആണത് patient care. Ensures patient care. Addresses patient problem. ഇതാണ് പേഷ്യൻസിന്റെ പ്രോബ്ലം അദ്ദേഹം മനസ്സിലാക്കുന്നു. Then provide information in case of any inquiries. ഇതാണ് ഏത് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എൻക്വയറീസിനെ കുറിച്ചും എന്താണ് ഇൻഫർമേഷൻസ് അദ്ദേഹം കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ചെക്കിംഗ് കംപ്ലൈന്റ് competence of medical record file. Competence of medical record file. Checking competence of medical record file. പേഷ്യന്റിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ് ഫയലുകളും ചെക്ക് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. പേഷ്യന്റ് കെയറുമായി എന്തൊക്കെ പറയുന്നുണ്ട്? അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. പേഷ്യന്റിന്റെ പ്രോബ്ലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അഡ്രസ് ചെയ്യുന്നു. Provide information of ഒന്നുകൂടി പറയാം. അഡ്രസ് പേഷ്യന്റ് പ്രോബ്ലം. എന്താണ് പേഷ്യന്റ് കെയർ? പേഷ്യന്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് അയാൾ വന്നിരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കും. Provide information in any case of enquiries. അതായത് ആ പേഷ്യന്റിന് ഏതെങ്കിലും എൻക്വയറീസ്, ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണമെങ്കിൽ അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് എക്സിക്യൂട്ടീവ്സ് ആണ്. എല്ലാ എൻക്വയറീസിലും തന്നെ, അതായത് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം നൽകുന്നു. ചെക്കിംഗ് കംപ്ലീറ്റൻസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. പേഷ്യന്റിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെക്ക് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. 3 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. Then coordinating ward unit performance. Coordinating ward unit performance. വാർഡില് നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആണ്. അതായത് ഒരു വാർഡിനെ നല്ല രീതിയിൽ ബന്ധപ്പെടുത്തി സഹായിച്ചു കൊണ്ടുപോകാൻ ഒരു യൂണിറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളിലൊന്നാണ്.
coordinating ward unit performance. Okay. Then feedback to chairman or HOD. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാല് എന്താണ് അത് ഒരു വാർഡിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ് ഒരുമിച്ച് ഒത്തൊരുമയോടെ യൂണിറ്റി ആയിട്ട് അതായത് ഏകത്വത്തോടെ ഒരു സഹകരണ അനുഭവത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകും എല്ലാ പെർഫോമൻസ് എല്ലാ സ്റ്റാഫ് ഹോൾഡ് വർക്കേഴ്സിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകുക കേട്ടോ. വാർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ കഴിവാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഒരു വാർഡ് നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഓക്കെ. Then feedback to chairman or HOD in complaints with quality standards, medical records, audit, significant incidents. എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകൾ ചെക്ക് ചെയ്യുന്നു. HOD എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ HOD ചെയ്യുന്നത് ചെയർമാനോ HOD എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അതിലൊരു ഹെഡ് ഉണ്ടാവും അല്ലെ. ആ ഹെഡിന്റെ ഫീഡ്ബാക്സുകള് അതുപോലെ തന്നെ അവിടുത്തെ കംപ്ലൈന്റ്സുകള് അവിടുത്തെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകള് മെഡിക്കൽ റെക്കോർഡ്സുകള് അതൊക്കെ എന്താണ് അതിന്റെയൊക്കെ ഫീഡ്ബാക്സ് കൃത്യമായിട്ട് അവരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളും നൽകുന്നതും പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ഓക്കെ. Then supervise the duties of ward secretaries on the respective floor. Ensure that ward secretaries are placing doctors visit beside procedures like beside echo, ECG, any. എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അദ്ദേഹമാണ് വാർഡ് സെക്രട്ടറിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓരോ വാർഡിലെ സെക്രട്ടറീസിനെയും സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ആണ്. ഓരോ വാർഡിലെയും സെക്രട്ടറീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മോണിറ്റർ ചെയ്ത് കൊടുക്കുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. അതായത് എന്തൊക്കെ കാര്യങ്ങള്? പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ഡോക്ടർമാരുടെ വിസിറ്റിംഗ് ടൈമുകള്, വിസിറ്റുകള്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, എക്കോ പ്രൊസീജിയർ, ECG എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രൊസീജിയേഴ്സ് അല്ലേ ഇതൊക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ. എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്? പേഷ്യന്റ് കെയർ സെക്രട്ടറിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചാപ്റ്റർ വെന്റിലേറ്റർ എന്ന ചാപ്റ്റർ എടുത്ത് വെക്കണം കേട്ടോ. ചാപ്റ്റർ 16 ആണെന്ന് തോന്നുന്നത്. വെന്റിലേറ്റർ 5 ആണോടോ? ഒന്നുകൂടി പറയാം. ഓക്കെ. പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുള്ള അതായത് ഏതെങ്കിലും ഡിസീസ് ആയിട്ടോ ഡിസബിലിറ്റി ആയിട്ട് വരുന്ന എല്ലാ പീപ്പിൾസിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണ് ആര്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹമാണ് എല്ലാ വാർഡ്സുകളിലും എന്താണ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത്, സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് അദ്ദേഹമാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ്? ചെക്ക് നോയ്സ് ലെവൽസ്, അതായത് വാർഡുമായി ബന്ധപ്പെട്ട സൈലൻസുകൾ കീപ്പ് ചെയ്യുന്നത്. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, എല്ലാ ഡോക്ടേഴ്സും വാർഡിന് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. Then ensure abrupt response to nursing squad, അതായത് നഴ്സുമാരുടെ എല്ലാവിധ കോളുകൾക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളുടെ ബിഹേവിയേഴ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ മോണിറ്റർ ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്.
performs duties related to hospital information system. Hospital information duties കൈകാര്യം ചെയ്യുന്നതും ആരാണ്? ഇദ്ദേഹമാണ്. എന്തൊക്കെയാണ്? അഡ്മിഷൻസ് ഒക്കെ സിസ്റ്റത്തിലേക്ക് റിസീവ് ചെയ്യുന്നു. ഡിസ്ചാർജ് പ്രോസസ്സുകള് ഓൺ ദ ടൈമില് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ബെഡുമായി ബന്ധപ്പെട്ടുള്ള ബെഡ് ഇഷ്യൂസ് ഒക്കെ റിലേറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. Okay, then ensure patient care, address patient problem, provide information in case of any inquiries. അങ്ങനെ ഏതെങ്കിലും വിവരങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Checking completeness of medical record file. മെഡിക്കൽ റെക്കോർഡ് ഫയൽ കൃത്യമായി അദ്ദേഹം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യുന്നു. ദെൻ വാർഡിനെ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നു, കോർഡിനേറ്റ് ചെയ്തു പോകുന്നു. വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നു. പിന്നെന്താണ്? എല്ലാ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ, അതായത് HOD യിൽ നിന്ന് എന്താണ് എല്ലാ ഫീഡ്ബാക്കുകളും, അതായത് അവിടുത്തെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, അത് റെക്കോർഡ്സുകൾ, അങ്ങനത്തെ പ്രാധാന്യങ്ങൾ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും HOD-യുമായിട്ട് ഫീഡ്ബാക്കുകൾ അദ്ദേഹം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. Then supervise the duty of ward secretaries. ഹോസ്പിറ്റൽ വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകള് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. നമുക്ക് ഈ ഭാഗത്ത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനെ കുറിച്ച് മാത്രമേ കൂടി പഠിക്കാനുള്ളൂ. അതെന്താണെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് പറയാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ആരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ? നേരത്തെ പഠിച്ചത് ആരാണ്? നേരത്തെ ആരെ കുറിച്ചാണ് പഠിച്ചത്? തൊട്ട് മുന്നേ ആരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? Patient care executive. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളെ വ്യക്തമായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ അത്? Yes. ഇനി പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചിട്ടാ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ? അങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. PRO, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ആരാണ് PRO? PRO എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ എന്താ ഇംഗ്ലീഷ് പറയരുത് കേട്ടോ, അത് ആരാണെന്ന് ആലോചിച്ചത്. പറഞ്ഞോളൂ. റിലേഷൻ ഓഫീസർ. അത് മനസ്സിലായി, അത് ആരാണെന്നാ ചോദിച്ചത്, എന്താന്നാ ചോദിച്ചത്? പേഷ്യന്റുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യും. ഹെൽത്ത് കെയർ നഴ്സസ്. അറിയില്ല എന്താണ് PROയുടെ ഡ്യൂട്ടി എന്ന്? എന്താണ് PRO ചെയ്യുന്നത്? ഹെൽത്ത് കെയർ പേഷ്യൻസ് എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാരും രോഗികളും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. അതാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരും രോഗികളും തമ്മിലുള്ള ബന്ധം അല്ലെ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ് എന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്.
അതായത് രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരിചരണവും എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്നതാണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ആരൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നു? വർക്ക് വിത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, ഹോസ്പിറ്റൽ, pharmaceutical companies, etc. to make sure that all parties involved in a patient's care pleased with their experience. എന്തൊക്കെയാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് വരുന്നത്? പറഞ്ഞു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാരും അതുപോലെ തന്നെ രോഗികളും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? PRO എന്നുള്ളത്. ഓക്കെ, ആർക്കൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? വർക്ക് വിത്ത് nurses, doctors, hospitals, pharmaceutical companies to make sure that all parties involved in a patient's care pleased with their experience. അതായത് ഇത്തരം ഭാഗങ്ങൾ, അതായത് ഡോക്ടേഴ്സിൽ നിന്ന്, നഴ്സിൽ നിന്ന്, ഹോസ്പിറ്റൽസിൽ നിന്നും, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ നിന്നുള്ള ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഇത്തരം വിഭാഗങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് തൃപ്തി, പേഷ്യൻസിന് തൃപ്തി, അതായത് അവരെ എന്താണ് സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നവരാണ് ആര്? PRO എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവര് ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി ഒരു പേഷ്യന്റിന് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ എന്താണ്, അവരതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? PRO-മാരാണ്. ഓക്കെ, ബാക്കി നമുക്ക് അവരുടെ ബാക്കി ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നിങ്ങളപ്പോ വെന്റിലേറ്റർ എന്ന ചാപ്റ്റർ എടുത്തു വെക്കുക കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലെ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു. Okay, thank you. Thank you, madam. Thank you.